വടകര കടത്തനാട് ലേബർ സൊസൈറ്റിയിൽ നിക്ഷേപിച്ച പണം തിരിച്ചു കിട്ടാതായതിനെ തുടർന്ന് വയോധികൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സൊസൈറ്റി അധികൃതർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. സൊസൈറ്റി മുൻ പ്രസിഡന്റും DCC സെക്രട്ടറിയുമായ TV സുധീർ കുമാറിന്റെ വീട്ടുമുറ്റത്ത് ആത്മഹത്യ ചെയ്ത തിരുവള്ളൂർ സ്വദേശി ഇബ്രാഹിം ഹാജിയുടെ ഭാര്യ ഫൗസിയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. ഭർത്താവിന്റെ മരണശേഷം താനും 2 പെൺമക്കളും മകനും മാനസികമായി തളർന്നുവെന്നും ഭർത്താവിനെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ച മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും പരാതിയിൽ പറയുന്നു. വിവരങ്ങളുമായി PJ അരുണാണ് കോഴിക്കോട് നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത്. അരുൺ തയ്യാറാവുന്നു വാർത്തയ്ക്ക് വേണ്ടിയത്. എന്തായാലും നമുക്കറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഇബ്രാഹിം ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ. അരുണിനോട് തന്നെ ചോദിക്കാം, എന്താണ് കുടുംബത്തിന്റെ പുതിയ ആവശ്യമെന്ന്. അരുൺ, ഒരു വയോധികൻ കോൺഗ്രസ് നേതാവിന്റെ വീട്ടുമുറ്റത്ത് വന്ന് ഇപ്പോൾ എന്തായാലും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന ആവശ്യവുമായി കുടുംബം രംഗത്തെത്തുകയാണ്. എന്താണ് അവരുടെ ആവശ്യങ്ങൾ പ്രധാനമായും? എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവമായിരുന്നു ഈ 2 മാസങ്ങൾക്ക് മുമ്പ് വടകരയിൽ നടന്നത്. ഇങ്ങനെ ഒരു കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ പണം നിക്ഷേപിച്ചിരിക്കുന്ന നിരവധി ആളുകളുണ്ടായിരുന്നു. നിരവധി ആളുകൾ മുൻപ് തന്നെ പരാതി ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു. അത് പരാതി നേരിട്ടിരുന്നത് ജില്ലയിലെ തന്നെ കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവായ DCC സെക്രട്ടറി സുധീർ കുമാറും കൂട്ടാളികളുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പണം പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അധികൃതരെ പലപ്പോഴും വന്ന് സമീപിച്ചപ്പോൾ പോലും ഈ പണമൊന്നും തിരികെ നൽകാൻ അധികൃതർ ആരും തയ്യാറായിട്ടില്ല. അങ്ങനെ തന്നെയാണ് ഈ വയോധികൻ 80 വയസ്സിലധികം പ്രായമുള്ള ഈ വയോധികൻ ഇബ്രാഹിം ഹാജി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി, ഈ സുധീർ കുമാറിൻ്റെ വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യേണ്ട ഒരു ദയനീയമായ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടായത്. കാരണം ജീവിതകാലം മുഴുവൻ പണിയെടുത്തുകൊണ്ട് തൻ്റെ സമ്പാദ്യം മുഴുവൻ ഒരു സഹകരണ സംഘത്തെ ഏൽപ്പിച്ചിട്ട് ആ അത്യാവശ്യ സമയത്ത് തൻ്റെ ഭാര്യയുടെ രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് തൻ്റെ പേഴ്സണൽ കാര്യങ്ങളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് തിരിച്ച് ഈ പണം ആവശ്യപ്പെട്ടപ്പോൾ ഈ കോൺഗ്രസ് പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ ഭരിക്കുന്ന ഭരണസമിതി കൈമലർത്തി കാണിക്കുകയാണ് ചെയ്തത്. തീർച്ചയായും ഈ ഒരു വിഷയത്തിൽ മനംതൊന്നാണ് വന്ധ്യ വയോധികൻ മണ്ണെണ്ണ ഒഴിച്ചുകൊണ്ട് ഈ കോൺഗ്രസ് നേതാവിൻ്റെ വീട്ടിൽ ഈ ആത്മഹത്യ ചെയ്തത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇവർക്കെതിരെ മുൻ സൊസൈറ്റി പ്രസിഡന്റാണ് ഈ TV സുധീർ കുമാർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഇപ്പോഴും DCCയുടെ ചുമതലകളിൽ വഹിക്കുന്നതാണ്. ഇതിനെതിരെ കൃത്യമായ നടപടിയെടുക്കാൻ പോലും DCC പ്രസിഡന്റും MLAയുമായിട്ടുള്ള പ്രവീൺ കുമാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. അത് കോൺഗ്രസിൻ്റെ നേതൃത്വവും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. രണ്ടാമത്തത് സെക്രട്ടറി പ്രീനയാണ്. നിലവിലെ പ്രസിഡന്റ് ബഷീർ അഹമ്മദ്, ഡയറക്ടർ അബ്ദുൾ മജീദ്, ET റിനീഷ് എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നുള്ളതാണ് ഇപ്പോൾ കുടുംബാംഗങ്ങൾ ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ ഇതിനകം തന്നെ പല കോൺഗ്രസ് നേതാക്കളും, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കൾ എല്ലാവരും ഇവിടെ വന്നതാണ്. അപ്പോൾ പോലും ഈ ഒരു ഇബ്രാഹിം ഹാജി എന്ന് പറയുന്ന ഈ വയോധികൻ്റെ കുടുംബത്തെ കാണുവാനോ അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ നടപടി ഉറപ്പാക്കാനോ അങ്ങനെ ഒരു തീരുമാനം ഇതുവരെയും ആ കുടുംബത്തിന് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അതിൽ തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ സഹായം ഇബ്രാഹിം ഹാജിയുടെ കുടുംബം ഭാര്യ തേടിയിരിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവിക്കാണ് ഇപ്പോൾ പ്രാഥമികമായി പരാതി നൽകിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. അതിൽ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ഒരു കാര്യക്ഷമത ഉണ്ടാവണം. ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആ പ്രതിപട്ടികയിലുള്ളവർക്ക് ആത്മഹത്യാ പ്രേരണ കുറ്റം തന്നെ നൽകണമെന്നുള്ളത് തന്നെയാണ് ആ ഒരു ന്യായമായ ആവശ്യം തന്നെയാണ് കുടുംബം ഇപ്പോൾ കൃത്യമായി ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു നോട്ടപ്പിശക് ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ള ഭയം, അന്വേഷണത്തിൽ ഉണ്ടാകുമെന്നുള്ള ഭയം ഇബ്രാഹിം ഹാജിയുടെ കുടുംബം വെച്ച് പുലർത്തുന്നുണ്ട്. കാരണം ഇപ്പോൾ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടുന്ന ഒരു സംഘം അവർ നടത്തിയ ഒരു തട്ടിപ്പ് കോടിക്കണക്കിന് രൂപയാണ്. പ്രാഥമിക ഘട്ടത്തിൽ 3 കോടി രൂപയോളം തട്ടിപ്പ് നടത്തിയെന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നത്. എന്തായാലും അതൊരു ചെറിയ 1% മാത്രമേ ആവുന്നുള്ളൂ, ഒരു കടലിൻ്റെ ഒരു വശം മാത്രമേ ആവുന്നുള്ളൂ. കാരണം ഇബ്രാഹിം ഹാജി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അതിനുശേഷം ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ, ആ ഭരണസമിതിക്കെതിരെ വലിയ രീതിയിലുള്ള ഒരു ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പല രീതിയിലുള്ള പരാതികൾ ഈ ഭരണസമിതിക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ കേസിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾക്ക് കുരുക്കുമുറുകയാണ്. അക്ഷയ്. ശരി അരുൺ, എന്തായാലും ഈ ഇബ്രാഹിം ഹാജിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഈ കുറ്റാരോപിതരായി പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കടത്തനാട് ലേബർ സൊസൈറ്റിയുടെ അധികൃതർക്കെതിരെ, ഭാരവാഹികൾക്കൊക്കെ എതിരെ ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്ന ആവശ്യവുമായിട്ട് ഇബ്രാഹിം ഹാജിയുടെ കുടുംബം രംഗത്തെത്തിയിരിക്കുക. എന്തായാലും
ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. 2 മാസം കഴിയുകയാണ് ഇബ്രാഹിം ഹാജിയുടെ മരണം സംഭവിച്ചതിന് ശേഷം. ഇപ്പോഴും ഈ പ്രതികളെയൊക്കെ സംരക്ഷിക്കുന്ന നിലപാട് വിഷയത്തിൽ കോൺഗ്രസ് നേതാവ് സുധീർ കുമാറിന്റെ വീടിന് മുന്നിലെത്തിയാണ് ഇബ്രാഹിം ഹാജി എന്ന വയോധികൻ ദേഹത്ത് പെട്രോളും മണ്ണെണ്ണയും ഒഴിച്ച് ആത്മഹത്യ ചെയ്തത്. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പോലും കേസെടുക്കാനായിട്ട് സർക്കാരോ പോലീസോ തയ്യാറാകുന്നില്ല എന്ന കാര്യമാണ് പറയുന്നത്. പ്രതികളെ സംരക്ഷിച്ച് പിടിക്കുകയാണ്. നമുക്കറിയാം ഈ സമാനമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെയും കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾ എന്താണ് എന്ന് നമുക്കറിയാം. വയനാട്ടിൽ ഒരു DCCയുടെ ട്രഷറർ ഉണ്ടായിരുന്നു, NM വിജയൻ. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ആള് ഇന്ന് നിയമസഭയിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് MLA ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇതാ സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണ് ഇവിടെയും കാണാനായി സാധിക്കുന്നത്. പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസ് നേതാവിനെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്താൻ പോലും തയ്യാറാവുന്നില്ല.